നമുക്കിന്ന് മീൻ കഴുകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ മകള് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവളിനോട് ചോദിച്ചു, മമ്മി വലിയ മീൻ വാങ്ങിച്ചു, പക്ഷെ അതെങ്ങനെയാണ് കഴുകുന്നത്? അവരെല്ലാം വെട്ടി തൊലിയൊക്കെ ഉരിച്ച് തന്നു. ഒന്ന് കഴുകിയാൽ മതിയോ അതോ രണ്ട് കഴുകണോ എന്ന്. അപ്പം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ ഈ ചെറിയ വീഡിയോ ഇടുകയാണ്. അപ്പം നമുക്ക് മീൻ കഴുകാം. അതിന് വേണ്ടുന്ന സാധനം കുറച്ച് ഉപ്പ്, നമ്മുടെ കുടംപുളിയാണ്. ഈ പുളി ഞാൻ മീനിനകത്തിടും. അതിനകത്തുനിന്ന് ഇറങ്ങിയ വെള്ളമാണ് ആദ്യത്തെ വെള്ളം. അത് നമ്മൾ കഴുകാനായിട്ട് ഇടുമല്ലോ, ആ വെള്ളമാണിത്. ഇത് വെച്ച് നമുക്ക് മീൻ വൃത്തിയാക്കി എടുക്കാം. അപ്പം ഞാൻ ദാണ്ട ഈ ഉരുളിയിൽ മീനെല്ലാം കെട്ടഴിച്ച് വെള്ളത്തിലിട്ടിരിക്കുവാണ്. ഒരു 10 മിനിറ്റോളമായി ഞാൻ ഈ മീൻ ഇങ്ങനെ വെള്ളത്തിലിടാൻ തുടങ്ങിയിട്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മീനൊക്കെ വിഷമടിച്ച് ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഇതെങ്ങനെയാണ് കഴുകേണ്ടി എന്നുള്ളത്. അതിനു വേണ്ടിയാണ് ഇത് ഇടുന്നത്. അപ്പോൾ നമുക്ക് 10 മിനിറ്റോളം ഞാനിതിപ്പോൾ വെള്ളത്തിലിട്ടിരിക്കുവാണ്. ഇനി ഈ മീനെടുത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കാം. ഇത് കേരയാണ്, കേര മീൻ. അത് വയറിന് പ്രശ്നമാവും. നല്ലതുപോലെ എത്ര നേരം വെള്ളത്തിൽ ഇടാമോ അത്രയും നേരം വെള്ളത്തിൽ ഇടുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ മീനെല്ലാം വിഷമടിച്ച മീൻ തന്നെയല്ല, എല്ലാ സാധനങ്ങളും. നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളയാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പുപൊടി ഇടണം. ഉപ്പുപൊടി എടുത്ത് വിതറി ഇടണം. എന്നിട്ട് ഈ നമ്മൾ ദാണ്ട കുടംപുളി ഇട്ട് വെച്ചിരിക്കുവാണ്, പിന്നെ മീൻ കറി വയ്ക്കാൻ വേണ്ടി. ആ വെള്ളം കുറച്ച് ഊറ്റി ഒഴിക്കണം. ഇത്രയും മതി. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പുരട്ടി വയ്ക്കണം. അപ്പോൾ ഇതിനകത്ത് ഈ ഉളുമ്പെല്ലാം ഇനി ഇറങ്ങും. നമ്മൾ എത്ര കഴുകിയെന്ന് പറഞ്ഞാലും ഒരു ഉളുമ്പുണ്ട്. ആ ഉളുമ്പ് പോയെങ്കിലേ മീൻകറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ വടക്കൻ മീൻകറി വയ്ക്കാനായിട്ടാണ് ഞാൻ ഒരുങ്ങുന്നത്. അതും ഞാനിതിലിട്ടിരിക്കാം. വേറെ ഒരു വീഡിയോ ആയിട്ടാണ് അത് ചെയ്യുന്നത്. ഇത് മീൻ കഴുകുന്നത് മാത്രമാണ് കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടോ, ഇങ്ങോട്ട് നോക്ക, മീനിനകത്ത് അഴുക്കിറങ്ങിയിരിക്കുന്നുണ്ട്. 1 മിനിറ്റ് പോലും അല്ല, കണ്ടോ. ഇനി ഇതൊരു 2 മിനിറ്റ് നമുക്കിങ്ങനെ വയ്ക്കാം. വയ്ക്കുമ്പോഴത്തേന് ഇതിൻ്റെ അഴുക്ക് മുഴുവനും ഇറങ്ങും. വീഡിയോ എടുക്കാൻ ആരും ഇല്ല, അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ കഴുകാൻ വെച്ച മീനിനകത്ത് ഈ പിന്നെ ഉപ്പും പുളിയുടെ വെള്ളവും കൂടെ ഒഴിച്ച രീതിയാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതിനകത്തുനിന്ന് അഴുക്കെല്ലാം ഇളവിയിരിക്കുന്നത് കണ്ടോ. നമ്മളൊരു എത്ര വെള്ളം കഴുകിയെന്ന് പറഞ്ഞാലും ഇതുപോലെ അഴുക്ക് പോകത്തില്ല. അപ്പം നമ്മൾ ഈ കുടംപുളിയുടെ ചാറാണ് ഒഴിച്ചത്, ഉപ്പും കൂടെ. നമുക്ക് കഴുകി വയ്ക്കാം. ഇതിന്ന് എടുത്തൊന്ന് മാറ്റി വെച്ച് കാണിച്ചു തരാം. എന്തും വേണ്ടി വിഷം ചേർക്കുന്നത്. അപ്പം നമ്മളൊരു ശകലം സമയം ഇതിനു വേണ്ടി വേർതിരിച്ചാൽ നല്ല മീൻകറി കഴിക്കാൻ പറ്റും. നമുക്ക് കുറച്ചൊക്കെ വിഷമില്ലാതെ എടുക്കാം. കണ്ടോ, കഞ്ഞിവെള്ളം പോലെയായി. ദാ കേര മീൻ കഴുകിയതാ, കണ്ടോ. ഇനി ഇതൊരു 2-3 വെള്ളം കൂടെ കഴുകണം. 2 3 അവരവരുടെ ഇഷ്ടം പോലെ. പക്ഷെങ്കിൽ ഞാനൊരു 4-5 വെള്ളം കഴുകും. എനിക്ക് എന്നാലേ തൃപ്തിയാവത്തുള്ളൂ. ആ മീൻ കറി വെക്കുമ്പോൾ തന്നെ നമുക്കൊരു ധൈര്യത്തോട് കൂട്ടാൻ പറ്റും, ഉളുമ്പൊന്നുമില്ലാതെ. അപ്പം മീൻ കഴുകുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ മോള് ചോദിച്ചത് കൊണ്ട് ഞാനൊരു വീഡിയോ ഇടുവാണ്. ഞാനിതിപ്പോൾ 4ാമത്തെ വെള്ളമാണ് കഴുകുന്നത്, ഉപ്പും പുളി ഇട്ടതിന് ശേഷം. ആദ്യം 2 കഴുകിയായിരുന്നു. ഇതിപ്പോൾ 4ാമത്തെ വെള്ളമാണ്. എന്നിട്ടും അഴുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക, കുറേ പത പോലൊക്കെ. വീഡിയോ എടുക്കാൻ ആരുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കഴുകി കാണിക്കുന്നത്. ഉണ്ടോ, ഇത് 5ാമത്തെ കഴിവ്. എന്നിട്ടും ഉളുമ്പ് കണ്ടോ.
നമ്മൾ ഉപ്പും പുളിയും ഇട്ട് കഴുകിയ മീൻ നല്ലതായിട്ട് വെളുത്ത് കിട്ടും. ഉളുമ്പില്ലാത്ത നല്ല മീൻ കറി നമുക്ക് കഴിക്കാൻ പറ്റും. അത് ഏത് മീനായാലും നമ്മളിങ്ങനെ കഴുകണം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ കഴുകിയാൽ നല്ലതാ. ഒന്നും കൂടെ കഴുകാം. എനിക്ക് തൃപ്തിയല്ല. ഇനി കഴുകി പിഴിഞ്ഞെടുക്കണം. നമ്മൾ ഓരോ കഷ്ണം എടുത്തിങ്ങനെ നല്ല പിഴിഞ്ഞിടണം. അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ മീൻ കഴുകി വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന്. ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതുപോലെ ഇത് കണ്ട് ഇങ്ങനെ ചെയ്യണം. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും എനിക്ക് സപ്പോർട്ടായിരിക്കണം ഇത് കണ്ടിട്ട്. പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം.